കാലകയൻ പിടിക്കപ്പെട്ടതല്ല പോലീസ്, അറിഞ്ഞുകൊണ്ട് പിടിതന്നത്. ഈ പറഞ്ഞതുപോലെ ഇന്നുകൊണ്ട് എനിക്ക് അവസാനിപ്പിക്കണം എന്റെ പരിശ്രമം. ജയിക്കണം, ജയിക്കും, നേടും. പണ്ട് കാലത്ത് ബാദുഷമാരുടെ സ്വീകരണ മുറികളിൽ അലങ്കാരത്തിന് വെക്കാറുള്ള വിചിത്ര വിളക്ക് പോലത്തെ ഒരു വിളക്ക്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതിന് മറ്റൊരു മഹാത്മ്യമില്ല. എന്താണ് ഈ വിളക്കിന്റെ അത്ഭുതം? ഇതിൽ ഭൂതം ഒളിഞ്ഞിരിക്കുന്ന എവിടെയാ? കാണിച്ചതാ. ഈ വിളക്കിന് പണി അത്ഭുതങ്ങളും കാട്ടാനാവും. ഇവിടെ നിൽക്കുന്ന നമ്മളിലൊരാൾ സൂം എന്ന് കാണാതാവുന്നത് കാണണോ? കാണിച്ചു. നമ്മളിൽ ആരെയാ കാണാതാവുക? സാറന്മാരെ കാണാതായാൽ എനിക്കെന്താ നേട്ടം? ഇവനെ കാണാതായാൽ എനിക്ക് ഒരു നേട്ടവുമില്ല. കാലകേയനെ സാറന്മാർക്ക് കാണാൻ പറ്റാതാവണം. അതല്ലേ കാലകേയന്റെ നേട്ടം. എന്നെ സാറന്മാർക്ക് കാണാൻ പറ്റാതാവും മുമ്പ് ചില സത്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ സാറിന് എന്നെ പൊക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? പൊക്കിക്കോട്ടെ എന്ന് ഞാൻ നിശ്ചയിച്ചതുകൊണ്ടാ. സാറിനെ പൊക്കാൻ പാകത്തിൽ കാലകേയൻ വന്നു നിന്നുവാ സാറേ. സാറിന്റെ മിടുക്കല്ല, എന്റെ മിടുക്ക്. കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നു തന്നു സൈത്താൻ. വീണ്ടും അവരെ കാണാതായില്ലേ? അതിന്റെ പിന്നിലും ഞാനും സൈത്താനും ഒക്കെ തന്നെയാ. എന്തിനാണെന്നറിയോ? കൊല്ലാൻ. കൊന്നിട്ടില്ല ഇതുവരെ. പക്ഷേ ഇനി അവരെ സാർമാർ ജീവനോടെ കാണില്ല. അപ്പോ പറഞ്ഞ പോലെ ഞാൻ എന്റെ പാട്ടിന് പോകുക സാറേ. മതി തടവിയത്. പോലീസിനെ പറ്റി എന്താ നീ കരുതിയിരിക്കുന്നത്? കിഴങ്ങന്മാരെന്നോ? ഈ വിളക്കല്ല, ഞാൻ നിന്നെ കാണാണ്ടാക്കാം ഈ ഭൂമിയിൽ തന്നെ. പ്രസംഗിച്ചല്ലോ നീ. ശുമെന്ന് പറഞ്ഞ് നീ പോകുന്നത് ഞങ്ങളോട് കാണട്ടെ. അല്ല, എവിടെ കുട്ടികൾ? സൈത്താൻ എവിടെ? പറയും. എനിക്കറിയില്ല. നീ പറയും. എന്നെ തല്ലല്ലേ സാറേ. ചതി പറ്റിയതാ. ഇവൻ ചതിച്ചു. എന്നെ മാത്രമല്ല, സാറുമാരി. ഇതല്ല അത്ഭുത വിളക്ക്, ഇത് കൃത്രിമ വിളക്കാ. യഥാർത്ഥ വിളക്ക് ഭദ്രമായി വെച്ച് കൃത്രിമ വിളക്ക് എന്ന് ഇവൻ സാറുമാരെ ചതിച്ചു. സത്യമാണോ ഇയാൾ പറയുന്നത്? അതെ സാർ, ഇയാൾ പറഞ്ഞത് മുഴുവൻ സത്യ. യഥാർത്ഥ വിളക്കായിരുന്നു ഇതെങ്കിൽ ഇയാൾ ഇപ്പൊ തന്നെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. പിന്നെ ഒരിക്കലും ഇയാളെ കിട്ടില്ല. കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാ ഞാൻ കൃത്രിമ വിളക്ക് ഇവിടെ വെച്ചത്. എല്ലാം കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. ആ വിളക്കിപ്പോ എവിടെയുണ്ട്? എന്റെ വീട്ടിലുണ്ട് സാർ. ലതാ നമ്പ്യാർ, ഇയാളെ സൂക്ഷിക്കണം. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ വെടിവെച്ച് കൊന്നേക്ക്. സമാധാനം ഞാൻ പറഞ്ഞോളാം. നീ വാ.